ഈ പല്ലൊക്കെ കമ്പി ഇടാൻ പോകുന്നതിനാ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സ്മൈൽ ഡിസൈൻ ചെയ്തൂടെ? ഇത് ശരിയാണ്. ഓൾ അബൌട്ട് സ്മൈൽ ഡിസൈൻ പാർട്ട് 4. ഒരു 90% ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്മൈൽ ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഞാനിവിടെ സ്മൈൽ ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെനിയേഴ്സ്, ക്രൗൺസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്മൈലിന്റെ ഇംപ്രൂവ്മെന്റിനെയാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് സ്മൈൽ ഡിസൈൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്? ഇപ്പൊ സിവിയർ ആയിട്ടുള്ള മാലൊക്ലൂഷൻസ്, അതായത് മുകളിലത്തെയും താഴത്തെയും ജോയുടെയും പല്ലുകളുടെയും തമ്മിലുള്ള അലൈൻമെന്റ് വളരെ സിവിയർ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് അലൈൻമെന്റിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സ്മൈൽ ഡിസൈൻ കൺസർവേറ്റീവ്ലി ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ജോയുടെ ഹെൽത്ത് എന്നുള്ളതാണ്. ആ ഹെൽത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ജോയിന്റിന്റെ ഹെൽത്ത്. ഒരു മോഡറേറ്റ് ടു സിവിയർ TMJ ഇഷ്യൂ ഉള്ള ആളുകളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്മൈൽ ഡിസൈൻ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം വെച്ചാൽ നമ്മളുടെ സ്മൈൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ചേഞ്ചസ് ചിലപ്പോൾ ഓൾറെഡി ഉള്ള TMJ പ്രോബ്ലംസിനെ വഷളാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല TMJ പ്രോബ്ലംസ് ഇതുകൂടെ അല്ലാതെ സിവിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ സ്മൈൽ കറക്ഷൻ മാറ്റി ചെയ്യേണ്ടതായിട്ടും വരാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്മൈൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്.